എന്നോടൊപ്പം ഒരു ചാനൽ ചോദിച്ചു 2026 യക്ഷി ഉണ്ടോ എന്ന് കൗതുകരമായിട്ട് ചോദിച്ചാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു 2026 മാത്രമല്ല ഈ പ്രപഞ്ചത്തിന്റെ അവസാനം വരെ യക്ഷിയുണ്ട്. മനുഷ്യൻ ജനിക്കുന്നത് പോലെ തന്നെയാണ് ദൈവങ്ങളും ജനിക്കുന്നത്. മനുഷ്യൻ ജനിച്ച് മരിക്കുന്നത് പോലെ ആ പീരീഡിനുള്ളിൽ ദൈവങ്ങൾക്കും മരിച്ചേ മതിയാവും. ഈ സ്പിരിച്വാലിറ്റി ഒരിക്കലും തന്നെ മതാധിഷ്ഠിതമല്ലല്ലോ. അത് ബിയോണ്ട് ദ റിലീജിയൻ. ആ ബിയോണ്ട് ദ റിലീജിയൻ മാത്രമല്ല, അവിടെ നമ്മൾ കോട്ട് ചെയ്യണമെങ്കിൽ സാക്ഷാൽ അബ്ദുൽ കലാം സാറിന് കോട്ട് ചെയ്യേണ്ടി വരും. അദ്ദേഹം അതിനെക്കുറിച്ചൊരു ധാരണ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ശാസ്ത്രവും സ്പിരിച്വാലിറ്റി രണ്ടല്ല, ഇത് ഒന്നാണ്. അതുമായിട്ടല്ല, സ്പിരിച്വാലിറ്റി തിരിച്ചറിയണമെങ്കിൽ ബിയോണ്ട് ദ ടൈം ആൻഡ് സ്പേസ്, അതിലേക്ക് നമ്മൾ കടന്നാലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഒരു രത്നച്ചുരുക്കം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സ്പിരിച്വാലിറ്റി ഈക്വൽ ടു പ്യൂരിറ്റി. ആ പ്യൂരിറ്റി എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുക. തീർച്ചയായിട്ടും അത് ഈ ഒരു അനുഭവം എന്ന് പറയുന്നത് നമ്മൾ ഈ യാത്രകൾക്കിടയിൽ ഇത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ. അതെ, തീർച്ചയായിട്ടും എന്നെക്കാൾ കൂടുതൽ എന്നാലും നമ്മളെല്ലാവരും യാത്രകൾ ചെയ്യുന്നത് തന്നെ ഒരു അനുഭവം. പക്ഷെ എങ്കിലും ആവുടയാർ എന്ന് പറഞ്ഞാൽ ആവുടയാർ ക്ഷേത്രത്തിൽ ഞാൻ പോയിട്ടുണ്ട്. മാണിക്യവാചകർക്ക് മോക്ഷം കിട്ടിയ ക്ഷേത്രം. അപ്പൊ അവിടെ രൂപമില്ല, ആവുടം മാത്രമേ ഉള്ളൂ, പീഠം മാത്രമേ ഉള്ളൂ. ഇവിടെ ആവുടെ അമ്മാൾ എന്നാണ്. അപ്പൊ യക്ഷിയിൽ വിശ്വസിക്കുന്നുണ്ടോ? അതെ, ഞാനോ അല്ല, യക്ഷി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. യക്ഷി എന്നൊരു കോൺസെപ്റ്റ് എന്ന് പറയുമ്പോഴേ നമുക്ക് എന്നോടൊപ്പം ഒരു ചാനൽ ചോദിച്ചു 2026 യക്ഷി ഉണ്ടോ എന്ന് കൗതുകരമായിട്ട് ചോദിച്ചാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു 2026 മാത്രമല്ല ഈ പ്രപഞ്ചത്തിന്റെ അവസാനം വരെ യക്ഷിയുണ്ട്. അപ്പോൾ ഈ യക്ഷി എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഈ വശ്യയെ സംബന്ധിച്ച് വശ്യ യക്ഷിയാണോ മാതങ്കിയാണോ എന്ന് ചോദിച്ചാൽ അത് തമ്മിൽ നമുക്ക് യോജിപ്പിക്കാൻ പറ്റാത്ത ഒരു ഇതുണ്ട്. പക്ഷേ ഈ യക്ഷി കോൺസെപ്റ്റ് ഞാൻ അതിൻ്റെ അൾട്ടിമേറ്റിൽ ഞാൻ എത്തുന്നത്, അതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ലക്ഷ്മിയിലാണ്. അതായത് മെൻ ടു ഡിവൈൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഈ മനുഷ്യത്വത്തിൽ നിന്ന് ദേവത്വത്തിലേക്ക് നമ്മളെല്ലാവരും ജനിക്കുന്നത് മനുഷ്യനായിട്ട് തന്നെയാണ്. പക്ഷെ നമ്മുടെ പ്രവൃത്തിയും അല്ലെങ്കിൽ നമ്മുടെ ചിന്തയും ബോധവും കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയില്ലേ, ഈ ആറ്റിറ്റ്യൂഡിലൂടെ നമ്മൾ എത്തിച്ചേരുന്നതാണ് ലക്ഷ്മിയിലേക്ക്. അപ്പം അതുകൊണ്ട് ഞാൻ യക്ഷിയിൽ വിശ്വസിക്കുന്നു. യക്ഷി ലക്ഷ്മിയാണെങ്കിൽ വിശ്വസിക്കുന്നു. പക്ഷെ വശ്യയുടെ ഈ ഒരു സംഭവം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും മാതങ്കിയാണ് എന്റെ മനസ്സിലേക്ക്. ശരിക്കും അത് യക്ഷിയാണോ മാതങ്കിയാണോ എന്ന് ചോദിച്ചാൽ അത് വായിക്കുന്ന ആൾ അല്ലെങ്കിൽ അത് അനുഭവിക്കുന്ന ആൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും എന്തായാലും വശ്യക്ക് എല്ലാ വിജയവും നേരാണ്. 5 ഒരു ആവശ്യം പോലെ എല്ലാവരും, ആവേശം പോലെ എല്ലാവരും വായിക്കട്ടെ, അറിയട്ടെ, ഉൾക്കൊള്ളട്ടെ. തീർച്ചയായിട്ടും അതിന് എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരുന്നു. പിന്നെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ വശ്യയിൽ നിന്നല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സ്പിരിച്വൽ ജേണി, അതിലൊരുപാട് ഗവേഷണങ്ങളൊക്കെ ചെയ്തു. അതിന്റെ എന്തൊക്കെയാണ് തുടർന്ന് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? സ്വാഭാവികമായിട്ട് നമുക്കൊരു ലൈഫ് ചേഞ്ച് വരുമല്ലോ. അപ്പൊ ഈ ലൈഫ് ചേഞ്ചിൽ തന്നെ നമ്മൾ സ്വീകരിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് സ്വീകാര്യമായി നമ്മൾ അറിയാതെ എത്തുന്നതുകൊണ്ട്, ഈ പുതിയ ലോകം കടന്നു വന്നപ്പോഴേ ഈ യൂണിവേഴ്സ് നമുക്ക് എന്തും തരും, ചോദിക്കുന്നതും തരും, ചോദിക്കാത്തതും തരുമെന്ന് പറഞ്ഞല്ല. അപ്പം അതുപോലെ ഈ ഞാൻ ചോദിച്ചത് വളരെ കുറവാണ്. കാരണം അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് ചോദിക്കാൻ അറിയില്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ആവശ്യമുള്ള എല്ലാം യൂണിവേഴ്സ് തന്നുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഈ സ്പിരിച്വാലിറ്റി ഞാൻ തീർച്ചയായിട്ടും സ്പിരിച്വാലിറ്റി ഞാൻ കാണുന്നത്, അത് ക്ലീഷയാണ് ഞാൻ പറയുന്നത്, ഈ സ്പിരിച്വാലിറ്റി ഒരിക്കലും തന്നെ മതാധിഷ്ഠിതമല്ലല്ലോ. അത് ബിയോണ്ട് ദ റിലീജിയൻ. ആ ബിയോണ്ട് ദ റിലീജിയൻ മാത്രമല്ല, അവിടെ നമ്മൾ കോട്ട് ചെയ്യണമെങ്കിൽ സാക്ഷാൽ അബ്ദുൽ കലാം സാറിന് കോട്ട് ചെയ്യേണ്ടി വരും. അദ്ദേഹം അതിനെക്കുറിച്ചൊരു ധാരണ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ശാസ്ത്രവും സ്പിരിച്വാലിറ്റി രണ്ടല്ല, ഇത് ഒന്നാണ്. അതുമായിട്ടല്ല, സ്പിരിച്വാലിറ്റി തിരിച്ചറിയണമെങ്കിൽ ബിയോണ്ട് ദ ടൈം ആൻഡ് സ്പേസ്, അതിലേക്ക് നമ്മൾ കടന്നാലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഒരു രത്നച്ചുരുക്കം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സ്പിരിച്വാലിറ്റി ഈക്വൽ ടു പ്യൂരിറ്റി. ആ പ്യൂരിറ്റി എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുക. അതെന്ത് രീതിയിലായിരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുക. ഏത് വഴിയിലൂടെയാണ് യാത്ര ചെയ്യണം. കാരണം ഈ സ്പിരിച്വാലിറ്റി ഇപ്പോൾ അങ്ങയുടെ ശീതീകരിച്ച പൂജാമുറിയിലോ എൻ്റെ ശീതീകരിച്ചതോ അല്ലെങ്കിൽ പ്രൗഢഗംഭീരമായി ഞാൻ ചെയ്തിരിക്കുന്ന എൻ്റെ സ്വകാര്യ അമ്പലത്തിലോ അല്ലല്ലോ ഇത് നിലനിൽക്കുന്നത്. കാരണം ആ പ്യൂരിറ്റി നിലനിൽക്കുന്നത് നമ്മൾ ഞാനും അങ്ങും കടന്നുപോയിട്ടുള്ള എത്രയോ അഴുക്ക് ചാലുകളുണ്ട്. ആ അഴുക്ക് ചാലുകൾ ക്രോസ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മളോടൊപ്പം ഉള്ളവർ നമ്മളും ചില വേളകളിൽ മൂക്ക് പൊത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ മൂക്ക് പൊത്തൽ മാറ്റിയിട്ട് താഴേക്ക് നോക്കിയാലേ വളരെ മനോഹരമായ, നമ്മൾ കുഞ്ഞുനാളിൽ പറഞ്ഞതുപോലെ മാനത്ത് കണ്ണി മീനുകളെ കുടുംബസമേതം അവിടെ വാഴുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ഈശ്വരൻ കുടികൊള്ളുന്നു എന്ന് തന്നെയാണ്. അപ്പൊ ജീവന്റെ സാധ്യത വേണമെങ്കിൽ ദൈവമല്ലല്ലോ, ദൈവത്തിനുപരി ദൈവവും ഈശ്വരനും രണ്ടാണ്. ദൈവം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അത് നമുക്ക് ഒരുപാട് പരിമിതിയുണ്ട്. പക്ഷെ ഈശ്വരൻ എന്ന് പറയുന്നത് ഉള്ളതാണ്. അപ്പോൾ ഈ ഈശ്വരൻ നിരാമയനും നിർഗുണനുമാണ്. അപ്പോൾ ഈശ്വരനെ രാവിലെ കുറച്ച് പൂക്കൾ കൊടുത്താൽ അദ്ദേഹം നമ്മളെ ഇലക്ഷനിൽ ജയിപ്പിക്കുകയില്ല,
നമുക്കൊരു റോൾസ് റോയ്സ് കാർ വാങ്ങി തരയില്ല. രാവിലെ ഈശ്വരനെ 2 ചീത്ത പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഈശ്വരൻ നമ്മുടെ വാഹനത്തെ അപകടത്തിൽപ്പെടുത്തുകയില്ല. പക്ഷെ ജ്ഞാനത്തിൻ്റെ ചെറിയ ബോധത്തിൽ നിൽക്കുന്ന ദൈവത്തിന് ചിലപ്പോൾ അത് സാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ ഒരു ബോധമാണ്. ഈ ബോധം നശിച്ചും പോകും. മനുഷ്യൻ ജനിക്കുന്നത് പോലെ തന്നെയാണ് ദൈവങ്ങളും ജനിക്കുന്നത്. മനുഷ്യൻ ജനിച്ച് മരിക്കുന്നത് പോലെ ആ പീരീഡിനുള്ളിൽ ദൈവങ്ങൾക്കും മരിച്ചേ മതിയാവും. മരണം അമരത്വം എന്ന് പറയാൻ പറ്റൂലല്ലോ. പക്ഷെ ഈശ്വരൻ അതല്ല. അതുകൊണ്ടാണ് അതിന് മുകളിൽ അതുകൊണ്ടാണ് നമ്മൾ എത്രയോ കാലം പാരാവാരത്തിൽ കിടന്ന മഹാവിഷ്ണു, സാക്ഷാൽ മഹാവിഷ്ണുവിന് പോലും സംശയം ഉണ്ടായി. അദ്ദേഹം ഒരു ദൈവസ്ഥാനത്താണ്. മഹാവിഷ്ണുവിന് സംശയം ഉണ്ടായപ്പോഴാണ് അദ്ദേഹം ആദ്യമായിട്ട് ചോദിച്ചത്, വിശ്വത്തിൽ ആദ്യത്തെ സംശയം ഹൂവമായി എന്ന് പറയുന്ന ചോദ്യം അദ്ദേഹം ചോദിച്ചപ്പോൾ അവൾ വളരെ പ്രസക്ത. ആ സമയത്ത് ഉത്തരം ലഭ്യമായി. നീ മഹാവിഷ്ണു, നിന്റെ പൊക്കിൾ കൊടിയിൽ നിന്നും ബ്രഹ്മാവും പിന്നെ സകല ചരാചരങ്ങളും സൃഷ്ടിക്കപ്പെടും. അവിടെ അടിവരയിടേണ്ട ഒരു സംഭവമുണ്ട് മോജിപ്പിള്ള, നിങ്ങൾക്ക് അറിയുന്നതാണോ മോജിത? അവിടെ അടിവരയിടുന്ന ഇതാണ്, ആ ശബ്ദം ഒരു സ്ത്രീയുടേതായിരുന്നു. ആ ശബ്ദം ഒരു സ്ത്രീയുടേതായിരുന്നു. അതിനെ നമ്മൾ പിന്നീട് ആദിപരാശക്തി എന്നും പരാശക്തി എന്നും വിളിച്ചു. അപ്പോൾ അവിടെ തന്നെ പറയുന്ന ഭാരതീയതയുടെ ഒരു വലിയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് സ്ത്രീയുടെ ശക്തിയെക്കുറിച്ചാണ്. ഞാൻ പലപ്പോഴും ക്ലാസ്സുകളിലൊക്കെ പോകുമ്പോൾ ചോദിക്കാറുണ്ട്, ഈ സ്ത്രീയും പുരുഷനും തുല്യരാവേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അവർ വളരെ കൗതുകത്തോടെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളോട് വളരെ സൗഹൃദമുള്ള അവർ പറയും, സാർ തീർച്ചയായിട്ടും സ്ത്രീയും പുരുഷനും തുല്യരാകണം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിക്കും എന്ത് മാഡം അല്ലെങ്കിൽ എന്ത് മോളെ എന്ന് ചോദിക്കും. അപ്പോൾ സാറേ പിന്നെ നമ്മളത് പുരുഷൻ്റെ അതുപോലെ തുല്യം. ഞാൻ പറഞ്ഞു, എന്ത് അസംബന്ധമാണ് നിങ്ങൾ ഈ പറയണത്? പുരുഷനും സ്ത്രീക്കും തുല്യമായാൽ ആകെ പോയില്ലേ? കാരണം സ്ത്രീ എന്ന് പറയുന്ന പുരുഷനേക്കാൾ എത്രയോ മേളിലാണ് നിൽക്കുന്നത്. നമ്മൾ ഈ തമിഴിൽ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട്, അറിയാമല്ലോ മോജിത. ഈ അവിടെ തന്നെ ഇപ്പോൾ ഒരു കുട്ടി മെച്ചുറായി കഴിഞ്ഞാൽ ആ കുട്ടിയെ സൂക്ഷിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ കുട്ടികളെ ഉപദ്രവിച്ചിട്ടുള്ള ചരിത്രം വേറെ കിടപ്പുണ്ട്, അത് വേറൊരു വിഷയമാണ്. പക്ഷെ അച്ഛൻ പോലും പിന്നീട് ഈ സാരി ഉടുത്ത് പൂർണ്ണ രൂപത്തിൽ പൂർണ്ണ വസ്ത്രധാരിണിയായി വന്നിരിക്കുന്ന തടുക്കിട്ടോ പലകയിട്ടോ ആവണപ്പലകയിട്ടോ ഇരിക്കുന്ന കുട്ടിയുടെ മുന്നിൽ വന്നിട്ട് അച്ഛൻ കുട്ടിയുടെ പാദത്തിൽ സ്പർശിക്കും. പാദത്തിൽ തൊടാൻ പാടില്ല. ആ മണ്ണില്ലേ, കുട്ടിയുടെ പാദം പതിച്ചിരിക്കുന്ന ആ മണ്ണിൽ സ്പർശിച്ച് സാഷ്ടാംഗ പ്രണാമം ചെയ്യുമ്പോൾ വിളിക്കുന്നത് അമ്മേ എന്നാണ്. അപ്പോൾ നമ്മൾ സ്ത്രീക്ക് കൊടുക്കുന്ന പ്രാധാന്യം കാണുന്നില്ലേ? എവിടെ ഒരിടത്ത് സ്ത്രീയെ ഉപദ്രവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് പുരുഷന്മാരെ ഉപദ്രവിക്കാറുണ്ടല്ലോ, അങ്ങോട്ട് കിട്ടുക. ആ ഉപദ്രവിക്കുന്നവരെ നമുക്ക് ഉപദ്രവകാരികൾ എന്നാണ് പറയുന്നത്. പക്ഷേ സ്ത്രീകൾ പുരുഷന്മാരോട് തുല്യരാവാൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തെറ്റാണ്. കാരണം എന്ന് പറഞ്ഞാൽ സ്ത്രീ അമ്മ എന്നുള്ള കോൺസെപ്റ്റ്, സ്ത്രീ എന്നുള്ള കോൺസെപ്റ്റ് വളരെ മേളിലാണ്. കണ്ടിട്ടില്ലേ? ഇപ്പം തന്നെ ഈ ദേവതാ സങ്കല്പം പരിശോധിച്ചാൽ, ഭാരതത്തിൻ്റെ സംസ്കാരത്തിലെ ഈ ദേവതാ സങ്കല്പം പരിശോധിച്ചാൽ തന്നെ നമ്മൾ ഏറ്റവും എല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു സംഭവമുണ്ട്. ഇതാരും കഴിഞ്ഞെന്നറിയാമോ? ഇന്ദ്രനും കഴിയുന്നു. ദേവേന്ദ്രനല്ല, അന്നപതിയും ഊർജപതിയും പ്രജാപതിയും ഇരിക്കുന്ന സാക്ഷാൽ ഇന്ദ്രൻ കഴിയുന്നു. ബ്രഹ്മവും കഴിയുന്നു. ബ്രഹ്മത്തെ ഇന്ദ്രൻ പോലും ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ. മാത്ര എന്ന് പറയുന്ന ചെറിയ സമയത്തിൻ്റെ അളവിലാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ അതിനും ഉപരിയായിട്ടാണ് ആര് നിൽക്കുന്നത്? ആദിപരാശക്തി നിൽക്കുന്നത്. അപ്പോൾ അത്രയും വലിയൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഈ കോൺസെപ്റ്റ് ഇത് വെറും കോൺസെപ്റ്റ് എന്ന് കാണാതെ ഇതൊരു റിയാലിറ്റി ആയിട്ട് അത് റിയാലിറ്റി അല്ലെങ്കിൽ ഇതൊരു അനുഭവമായിട്ട് കൊണ്ടുപോയാൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു വേഷം കെട്ടല്ലാതെ കൊണ്ടുപോയാൽ നമുക്ക് ഏറ്റവും നല്ലതാണ്. അനുഭവം ഈ പലപ്പോഴും സ്പിരിച്വാലിറ്റി വേഷം കെട്ടായി മാറുന്നുണ്ട്. മനസ്സിലായി? ഇത് മനസ്സിലാക്കി. കാരണം ഈ ഭാരതീയ സംസ്കൃതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്, മോചിതയ്ക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ അവകാശമില്ല. ഇവിടെ അവകാശമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടിച്ചമർത്തപ്പെടുന്നു എന്നല്ല. ഈ ഞാൻ എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ സ്വന്തം. എനിക്ക് സന്യാസി ആകണമെങ്കിൽ ഞാൻ സന്യാസോപനിഷത്ത് പഠിച്ചിരിക്കണം. ഞാൻ വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കണം, ഗർഭാധാനം നടത്തണമെങ്കിൽ ഞാൻ ഗർഭോപനിഷത്ത് പഠിച്ചിരിക്കണം. മനസ്സിലാവുന്നില്ലേ? ഇങ്ങനെ ഓരോ വിഷയങ്ങൾ. എന്താണ് അഷ്ടവിവാഹം? എന്താണ്? ഒന്നാമത്തത് മുതൽ 8ാമത്തെ പൈശാചം മുതൽ ആദ്യത്തെ ഗാന്ധർവം തുടങ്ങിയിട്ട് 8 വിവാഹങ്ങളും എന്താണെന്നുള്ളത് നമുക്ക് മാനിഫെസ്റ്റോ ഉണ്ട്. ഇപ്പോൾ മരണാനന്തര ചടങ്ങുകൾ എങ്ങനെ നടത്തണം? നമ്മൾ പല രൂപത്തിലും നടത്താറുണ്ട്. ഇപ്പം ആദ്യം മാവിൻ്റെ വിറകിൽ നടത്തി, പിന്നീട് നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നപ്പോൾ ഗ്യാസിൽ നടത്തി. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഈ മാനവരാശിയുടെ ഡെവലപ്മെൻറ്റോ അല്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്രയിൽ ചില സ്കേഴ്സിറ്റി വരുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളാണ്. പക്ഷേ മരണാനന്തര ചടങ്ങുകൾ എങ്ങനെ നടത്തണം, എത്ര ദിവസം പുല ആചരിക്കണം? അപ്പോൾ പുല എന്ന് പറയുന്നത് അന്ധവിശ്വാസമൊന്നുമല്ല. ഇതൊക്കെ ഒരു പ്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത്. ഇപ്പം 4 മണിക്ക് ഇപ്പം നമ്മൾ മോജിത് എന്നോട് പറയുന്നു, താങ്കൾ 4 മണിക്ക് എണീറ്റ് കുളിച്ച് നടന്നു പോയിട്ട്
അമ്പലത്തിൽ പോവുകയോ അല്ലെങ്കിൽ ഒഴുക്ക് ജലത്തിൽ പോയി നീന്തിയിട്ട് തിരിച്ചു വന്ന് അമ്പലത്തിൻ്റെ അവിടെ നിൽക്കുന്ന ആൽമരത്തിനെ ചുറ്റിയിട്ട് ഒരു മന്ത്രം ഞാൻ പറഞ്ഞു തരാം, ആ മന്ത്രം എന്ന് പറഞ്ഞാൽ ഇത് അന്ധവിശ്വാസമല്ല, ഇത് നമ്മുടെ ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. ഇപ്പം ഞാൻ രാവിലെ എണീറ്റ് കുളിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അമ്മ ചോദിച്ചു, ഞായറാഴ്ചയാണ്. അപ്പോൾ അമ്മ ചോദിച്ചു, അയ്യോ ബാലേഷ് ഇന്ന് പോകണമെന്ന് ചോദിച്ചേ. ഞാൻ പറഞ്ഞു ഇല്ല ഇന്ന് പോകണ്ടെന്ന്. അപ്പോൾ പിന്നെ ഞായറാഴ്ചയും രാവിലെ കുളിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ, ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ കുറിച്ച് പറയില്ലേ, മോൻ എണീറ്റോ മോൾ എണീറ്റോ എന്ന് ചോദിച്ചു പറയും, ഇല്ല ഇന്ന് അവന് രാവിലെ ട്യൂഷനില്ല അതുകൊണ്ട് അവൻ എണീറ്റില്ല എന്ന് പറയും. അപ്പോൾ ട്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ. അപ്പോൾ ഈ സ്പിരിച്വാലിറ്റിക്ക് കൃത്യമായൊരു ഡിസിപ്ലിൻ ഉണ്ട്. ഈ ഡിസിപ്ലിൻ പാലിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ സ്പോട്ടിൽ തന്നെ നമ്മുടെ ഈഗോ ഇല്ലാതാവും. ഈഗോ ഇല്ലാതായാൽ നമുക്ക് സരസ്വതി ദേവിയെ പോലെ ജീവിക്കാം. വിശ്വത്തിലെ എല്ലാ വിദ്യകളുടെ നാഥയാണല്ലോ സരസ്വതി. അപ്പോൾ അതിൻ്റെ വെയിറ്റ് എത്രയായിരിക്കും എന്നറിയില്ല. അത് നമ്മുടെ ഒരു വലിയ സങ്കല്പമാണ്. ആ ദേവത ഇരിക്കുന്നത് ഉറുമ്പ് കയറിയിരുന്ന താഴ്ന്നു പോകുന്ന ഒരു താമരപ്പൂവിലാണ്, കണ്ടിട്ടില്ലേ? പക്ഷെ അവരിരുന്നിട്ട് താമരപ്പൂ താഴുന്നില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഹെഡ് വെയിറ്റ് ഇല്ല, തലക്കനമില്ലാത്തതാണ്. അപ്പോൾ ഈ ഡിസിപ്ലിൻ, ഈ സ്പിരിച്വാലിറ്റി നമ്മൾ കീപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ, സ്വീകരിക്കാൻ ശ്രമിച്ചാൽ ആദ്യം നമ്മളിൽ നിന്ന് ഇല്ലാതാകുന്നത് തലക്കനമാണ്. അപ്പോൾ തലക്കന ഇല്ലാതാകണമെങ്കിൽ ഈ ഡിസിപ്ലിൻ പാലിക്കുക, തലക്കനം നമുക്ക് സൂക്ഷിക്കണമെങ്കിൽ ഈ ഡിസിപ്ലിൻ പാലിക്കാൻ. ഇത്രയേ ഉള്ളൂ കാര്യം. അല്ല, നേരത്തെ ഒരു കാര്യം ചോദിച്ചോളൂ, നമ്മൾ ആവശ്യപ്പെടുന്നതാണ് ഈ പ്രകൃതി. അതെ അതെ അതെ. അപ്പൊ അതിനൊരു കൃത്യമായ ഉദാഹരണവും പറഞ്ഞു. അതെ. അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നതിലെ പകരം നമ്മളിപ്പോൾ ശരിക്കും പ്രാർത്ഥിച്ചതെല്ലാം സാധിക്കും. അതിൽ നമ്മൾ ആവശ്യപ്പെടണം. നമ്മൾ എങ്ങനെ ആവശ്യപ്പെടണം, നമുക്ക് ആ ആവശ്യപ്പെടുന്നതിൽ ക്ലാരിറ്റി ഉണ്ടാവണം. അതാണല്ലോ പ്രധാനം. തീർച്ചയായിട്ടും. അപ്പോൾ അത് എങ്ങനെയാണ് ഒരാൾ ആവശ്യപ്പെടുന്നത് എന്നുള്ളത്? മോഹിത, ഈ ആവശ്യപ്പെടുന്നത് എല്ലാം ലഭ്യമാകണമെന്നില്ല. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ പറയും ഈ വേണ്ടതെല്ലാം നൽകുന്ന അമ്മ എന്ന് പറയും. അതെ. പക്ഷെ ആ വേണ്ടതെല്ലാം നൽകുക വെച്ചാൽ എനിക്ക് വേണ്ടതെല്ലാം നൽകുന്നതല്ല, എനിക്ക് എന്ത് വേണമോ അത് നൽകും. അതെ അതെ. ഇപ്പൊ എന്റെ കയ്യില് 100 തേങ്ങ ഇരിക്കുന്നുണ്ട്, നാളികേരം. അപ്പോൾ എന്നോട് മോചിതയുടെ അമ്മ എന്നോട് പറഞ്ഞു, മോൻ ഇഷ്ടപ്പെട്ടത് മോചിതയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് അതിലൊരു 70 തേങ്ങ അല്ലെങ്കിൽ 60 തേങ്ങയാണ് എനിക്കിഷ്ടം, നാളികേരമാണ് ഇഷ്ടം. ഇതാണ് കൊടുക്കാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ കൊടുക്കുന്നത് ഒരു 20 തേങ്ങയാണ്. മനസ്സിലാവുന്നില്ലേ? അതുപോലെ നമ്മൾ ഈ ആവശ്യപ്പെടുന്ന എല്ലാം തരാൻ പറ്റില്ല. നമുക്ക് നമുക്ക് വേണ്ടുന്നതാണ് തരുന്നത്. ഇപ്പോൾ അതിന് നല്ല എക്സാമ്പിൾ ഉണ്ട്. നമുക്ക് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഫാമിലിയിൽ തന്നെ ഉള്ള ഒരു കുട്ടി, ആ കുട്ടി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്, അത് SSLC എക്സാമിനേഷന്, മെട്രിക്കുലേഷന് അതിൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ അത് ഈ ട്യൂഷൻ ക്ലാസ്സിൽ പോയിട്ട് കുട്ടികളിങ്ങനെ അതിൻ്റെ റിസൾട്ട് അറിഞ്ഞു. അപ്പോൾ ഈ കുട്ടി കുറച്ച് ഭയത്തോടെ നിന്ന്. അപ്പോൾ ഈ കൂട്ടുകാർ, പെൺകുട്ടിയാണ്, ഈ കൂട്ടുകാർ വന്ന് കുട്ടിയോട് പറഞ്ഞു, നിൻ്റെ നമ്പർ നീ തോറ്റുപോയി കേട്ടാന്ന് പറഞ്ഞു. അത് കറക്റ്റാണ്. കാരണം ആ വന്ന കുട്ടികളെല്ലാം ജയിച്ചവരാണ്. കാരണം അവർ നോക്കിയത് ഈ ജയിച്ച കുട്ടികളുടെ ലിസ്റ്റിലാണ്. അപ്പോൾ ജയിച്ച കുട്ടികളുടെ ലിസ്റ്റിൽ അവരെല്ലാം ജയിച്ചിട്ടുണ്ട്, ഇവളുടെ നമ്പർ അവിടെ ഇല്ല. ഈ കുട്ടി അന്ന് രാത്രി, ഇത് റിയൽ സംഭവമാണ്, തിരുവനന്തപുരം ജില്ലയിലാണ്. ഞാൻ കുട്ടിയുടെ പേരൊന്നും പറയുന്നില്ല. കുടുംബത്തിൻ്റെ ഒരു ദുഃഖമാണ്, ഏക കുട്ടിയാണ്. അപ്പം ഇത് അറിഞ്ഞിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ, കുറച്ച് അതിരാവിലെ, തീരെ രാവിലെ അല്ല, അപ്പോൾ ഈ കുട്ടി ചെയ്തൊന്നും അറിയുന്ന പോലും എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ 9 മണി 10 മണിയാണല്ലോ. ഇതിപ്പോൾ രാവിലെ ഒരു 7-8 മണിയായപ്പോൾ തന്നെ സ്കൂളിലെ ടീച്ചേഴ്സ്, അവിടുത്തെ ഒരു PTA, ചെറിയ സ്കൂളാണ്, ആ PTA പ്രസിഡൻറ്റും ഒക്കെ ആയിട്ട് മറ്റേ സീറ്റ്സും ഒക്കെ ആയിട്ട് ഇവിടെ വരെയാണ്. അപ്പോൾ മോൾ എണീറ്റിട്ടില്ല. അപ്പോൾ ഇവർ തട്ടി മോളെ വിളിക്കുന്ന സമയത്ത് കുട്ടി എഴുതിയിരിക്കുകയാണ്. അവർ വന്ന എന്തിനെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഡിസ്റ്റിങ്ഷനുള്ള ലിസ്റ്റിലാണ് ഉള്ളതെന്ന് പറഞ്ഞു. ആ കുട്ടിയുടെ പേരുണ്ടായിരുന്നു, മറ്റേ ഇതിൽ ഇല്ലായിരുന്നു. അപ്പം ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമുക്ക് വേണ്ടുന്നതാണ് തരുന്നത്. ഇപ്പം നമ്മളിപ്പോൾ 50 പേര്, ഇപ്പം നമുക്ക് ഈ അഹമ്മദാബാദ് അപകടത്തിലൊരു കാര്യം നമ്മൾ കണ്ടായിരുന്നു, ഫ്ലൈറ്റ് ക്രാഷിൽ. അതായത് അതിൽ ഒരാൾ, ഒരു ലേഡിയാണ്, അവർക്ക് ഓട്ടോറിക്ഷക്കാരൻ എയർപോർട്ടിൽ വിടണം. ഓട്ടോറിക്ഷക്കാരൻ വൈകിയെന്ന് മാത്രമല്ല, പോയ വഴിയിൽ ബ്ലോക്കും വന്നു. ഉള്ള ചീത്ത മുഴുവൻ പറഞ്ഞു. പക്ഷെ അവിടെ ചെല്ലുമ്പം കാണുന്നതെന്ന് പറഞ്ഞാൽ ക്ലോസ് ചെയ്തിട്ട് ഫ്ലൈറ്റ് ഉയർന്നു കഴിഞ്ഞു. ഇവർ നെഞ്ചിലൊക്കെ അടിച്ച് ആ ഓട്ടോക്കാരൻ ഒരവസ്ഥയിലെത്തി. അയാൾക്ക് വലിയ വിഷമമായി. കാരണം ഈ സിസ്റ്റർ നേരത്തെ പറഞ്ഞിരുന്നല്ലേ. പക്ഷെ അതിനൊരു 5-7 മിനിറ്റിനുള്ളിൽ കാണുന്നത് മുകളിൽ നിന്ന് തീഗോളമായിട്ട് വീഴുന്നു. അപ്പോൾ അത് ഈ ബ്ലോക്ക് വരുത്താനായിട്ട് ഒരു നിമിത്തമായി ഓട്ടോറിക്ഷക്കാരൻ വന്നുപെടുന്നു. അപ്പോൾ ഇത് നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും തന്നെ സംഭവം. അതുകൊണ്ട് നമുക്ക് ചില കുറവുകൾ വന്നതുപോലെ തോന്നുക. വാഹനം, നമ്മളിപ്പോൾ ഒരു യാത്രയാണ്, സ്റ്റേറ്റ്സിലേക്ക് പോവുകയാണ്, നമുക്ക് ഫ്ലൈറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം
വിശ്വാസിയാണെങ്കിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊള്ളേണ്ടത് ഇപ്പം നിന്നെ ഈ ഫ്ലൈറ്റിൽ വിട്ടാൽ കുഴപ്പമാണ്. മനസ്സിലാവുന്നില്ല. അപ്പം ഇല്ല എന്നർത്ഥമില്ല. അതുകൊണ്ടാണ് വ്യാസൻ പറഞ്ഞത് യാതൃഗച്ഛേച്ഛ ഭവതും താതൃഗ ഭവതി പുരുഷക, യുവർ ലൈഫ് ബിക്കംസ് വാട്ട് യു തിങ്ക്. നിങ്ങൾ എന്താണോ വിചാരിക്കണം, ആ വിചാരത്തിന് സ്വാഭാവികമായിട്ട് റിസൾട്ട്. ഇപ്പൊ നമ്മളിപ്പോ വിധി പോലെ വരും, വാഹനം വിധി പോലെയാണല്ലോ വാഹനം ഇടിക്കുന്നത്. അങ്ങനെയാണ് പിന്നെ റോഡിന്റെ മധ്യത്തിലൂടെ പോകാമെന്ന് വിചാരിച്ച് കളയരുത്. കാരണം എപ്പോഴും വിധി ഫെയ്റ്റ് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കില്ല. വിധി എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ ഇതല്ല. വിധി സംഭവിക്കുന്നത് ആഫ്റ്റർ ദ കർമ്മ. മനസ്സിലാവുന്നില്ലേ? ഈ കർമ്മ എന്ന് പറയുന്ന കർമ്മ നോട്ട് ഡ്യൂട്ടി ബട്ട് ആക്ഷൻ. അതൊരിക്കലും ഡ്യൂട്ടി അല്ല. ഇപ്പൊ അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു സീഡ്സ് വാങ്ങിക്കുന്നു, ഇഡ്ഡലി വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇത് വാങ്ങുന്നു എന്നെല്ലാം പറഞ്ഞാൽ അങ്ങയുടെ ഡ്യൂട്ടിയാണ്. ആ ഡ്യൂട്ടി ചെയ്തില്ലെങ്കിൽ കുഴപ്പമാണ്, കാരണം ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഈ സീഡ്സ് വാങ്ങുന്നതിനോടൊപ്പം അങ്ങ് മോചിത താമസിക്കുന്ന വീടിനടുത്ത് ഒരു അമ്മയുണ്ട്, ഒറ്റയ്ക്ക് താമസിക്കുന്ന, അവർക്ക് ആരും തന്നെ ഇല്ല. ഒരു ചെറിയൊരു കുടിലാണ് താമസിക്കുന്ന, ടാർപോളിനൊക്കെ കിട്ടിയ ഒരു സംഭവമാണ്. അവർക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് വാങ്ങുന്നത് പോലെ സീഡ്സ് വാങ്ങുക, അല്ലെങ്കിൽ ഇഡ്ഡലി വാങ്ങുക. എന്ത് ശുദ്ധിയോടുകൂടിയാണോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, നിങ്ങളുടെ അമ്മയ്ക്ക് വാങ്ങുന്നത്, അച്ഛന് വാങ്ങുന്നത്, അതുപോലെ കുറച്ച് സീഡ്സ് വാങ്ങി അവിടെ കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ടവൽ വാങ്ങി, അല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റ് കൊണ്ടു കൊടുക്കുമ്പോൾ ഈ മോചിത കൊണ്ടു കൊടുത്ത ഉടൻ തന്നെ അവരെ ഇതിനെ കയ്യിൽ വാങ്ങും. എന്നിട്ട് ചിലപ്പോൾ ഇങ്ങനെ തട്ടിക്കളഞ്ഞിട്ട് പറയും, പിന്നെ നിൻ്റെ സീഡ്സ് ഇല്ലാത്തതുകൊണ്ടല്ലേ ഞാൻ കഴിക്കാത്തതെന്ന് പറയും. പക്ഷെ മോചിത അപ്പോഴും ഒരു തരത്തിലുള്ള വിദ്വേഷം അവരോട് കാണിക്കണ്ട. അത് കാലത്തിൻ്റെ ഒരു നിയതി പോലെയാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് മോചിത വീട്ടിൽ കയറിയിട്ട് അമ്മയുടെ അവിടേക്ക് പോവുക. അപ്പോഴേ അമ്മയുടെ അവിടേക്ക് പോകണ്ട, അമ്മയുടെ മുന്നിലൂടെ നടന്നു പോകുമ്പോൾ ഈ സീഡ്സ് കഴിച്ചുകൊണ്ടിരുന്നിട്ട് അവർ പറയും, മോളെ നല്ല സീഡ്സ് കേട്ടാന്ന് പറയും. മറ്റവരുടെ മാനസികാവസ്ഥ നമ്മൾ പഠിക്കാറായിട്ടില്ല. അതിനുവേണ്ടിയുള്ള പഠനം നമുക്ക് ഈ 120 വർഷത്തിനിടയിൽ പറ്റില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത്, അപ്പോൾ ഈ അമ്മയ്ക്ക് കൊടുത്തതാണ് നിങ്ങൾ നടത്തിയ ആക്ഷൻ. ഈ ആക്ഷൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അനുഭവിക്കണം. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഈ ഏറ്റവും പ്രധാനം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈശ്വരനെ ഉപേക്ഷിക്കാം, ദൈവത്തെ മാറ്റി ഈശ്വരനെ ഉപേക്ഷിക്കാം, നിങ്ങൾക്കെല്ലാം ഉപേക്ഷിക്കാം. നിങ്ങളുടെ ഭർത്താവിനെ ഉപേക്ഷിക്കാം, ഭാര്യയെ ഉപേക്ഷിക്കാം, അച്ഛനെ ഉപേക്ഷിക്കാം, അമ്മയെ ഉപേക്ഷിക്കാം, സുഹൃത്തുക്കളെ, ഈ സിസ്റ്റത്തെ എല്ലാം നിങ്ങൾക്ക് ഉപേക്ഷിക്കാം. പക്ഷെ നിങ്ങൾ കർമ്മത്തെ ഉപേക്ഷിക്കരുത്. കാരണം കർമ്മം ചെയ്യുമ്പോൾ സൂക്ഷിച്ചില്ല എങ്കിൽ, അതുകൊണ്ടാണ് നിങ്ങൾ കേട്ടിട്ടില്ലേ ഹിറ്റ്ലറെ, കണ്ടിട്ടില്ലേ ഹിറ്റ്ലറെ? നിങ്ങൾ മുസോളിനിയെ കണ്ടില്ലേ, കേട്ടിട്ടുണ്ടല്ലോ. പിന്നെ ഭാരതത്തിലേക്ക് വന്നാൽ നിങ്ങൾക്ക് എല്ലാം അറിയാം. നമ്മൾ എടുത്ത് പറഞ്ഞൊരു ഇഷ്യൂയിലേക്ക് പോകണ്ട. നമ്മൾ നോക്കിയാൽ മതി. നോക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ നമ്മൾ പറയും, അയ്യോ ഇങ്ങനെ ആയിരുന്നു, അങ്ങനെയല്ല. അവരുടെ കർമ്മത്തിൻ്റെ റിസൾട്ട് ഇപ്പം ഞാനും അങ്ങുമായിട്ട് ഈ സ്റ്റുഡിയോയ്ക്കകത്ത് ഇരിക്കുന്നുണ്ടല്ലോ, ഈ സായാഹ്നത്തിൽ നന്നായിട്ട് സംസാരിക്കുന്നു. ഇത് സംസാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇതൊരു കർമ്മത്തിൻ്റെ റിസൾട്ടാണ്. ഞാൻ എന്നോ എഴുതിയ ഒരു പുസ്തകം, ആ പുസ്തകം അങ്ങയുടെ കയ്യിൽ, അങ്ങയുടെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ വരുന്നു, അങ്ങയുടെ കയ്യിൽ വരുന്നു. നിങ്ങൾ എന്നെ തേടുന്നു, ഞാൻ നിങ്ങളിലേക്ക് വരുന്നു, അതൊരു ലയനമായി മാറുന്നു. അങ്ങ് തന്നെ പറഞ്ഞ പോലെ 22 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ആ വിഷയത്തിൽ നിന്ന് തുടങ്ങി സംസാരിക്കാനായിട്ടൊരു വേദി ഒരുങ്ങുന്നു എന്നുള്ളത്. അത് ഈ വേദി ഒരുങ്ങിയത് ഇന്ന് രാവിലെ ഞാനൊരു പ്രഗത്ഭനായതുകൊണ്ട് എന്നെ വിളിച്ച് ഞാൻ ഈ വേദിയിലേക്ക് വന്നതല്ല. അന്ന് ഞാൻ ചെയ്ത കർമ്മം. അപ്പം നമ്മൾ എത്രയോ കാലം, മോചിത അന്ന് നല്ല യങ്ങാണ്, ഞാനും കുറച്ച് യങ്ങാണ്. നമ്മളോടൊക്കെ സഞ്ചരിച്ചിരുന്ന ഒരുപാട് ചെറുപ്പക്കാർ, മോചിത ഒറ്റ പെൺകുട്ടി എന്ന് പറയുന്നത്, ഒറ്റ പെൺകുട്ടിയാണ്. ഒരുപാട് പേര് നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നു. മോചിതയ്ക്ക് ഒരു നമ്മള് പുതിയ കഥകൾ കേൾക്കാറില്ലേ നാട്ടിലൊക്കെ, മോചിതയ്ക്കൊന്നും അയ്യോ നമ്മൾ ചെയ്യുന്ന സ്ത്രീ എന്ന് പറയുന്നത് ഏറ്റവും സുരക്ഷിതമായിട്ട് അല്ല, സുരക്ഷിതമായെന്നും മാത്രമല്ല, നമ്മൾക്ക് നമ്മുടെ കൂടെ പല വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു അല്ലെ, പല ചിന്തകൾ, പല ഐഡിയോളജി, പല മതവിഭാഗം, ജാതി, മതം, ദേശം, ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും ഇത്രയും വലിയ ബന്ധുത്വം. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഡ്രൈവർ വന്നിട്ടുള്ള, എനിക്ക് ആ സുഹൃത്തിന്റെ പേര് കിട്ടുന്നില്ല, അദ്ദേഹത്തിനോട് ഞാൻ വെടിമരുന്ന് കോട്ടയിൽ നമ്മുടെ ഷൂട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ 2 വിഭാഗം കുരങ്ങന്മാർ തമ്മിൽ അടിച്ചു. പക്ഷെ നമ്മൾ ചെല്ലും, അവർ ഒരുമിച്ചായി നമുക്കെതിരെ തിരിഞ്ഞു. ഓർമ്മയുണ്ടല്ലോ, അവർ നമ്മളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഈ ഷൂട്ട് ഏതാണ്ട് ഒരു 4-5 മണിയായി അവിടുന്ന്. പക്ഷെ വള്ളിയിൽ തൂങ്ങിയാണ് കയറുന്നത്. അപ്പൊ നമ്മുടെ ആ ഡ്രൈവർ എന്ന് പറയുന്ന അദ്ദേഹം അവിടെ നിൽക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ അദ്ദേഹം പോലും വളരെ സുരക്ഷിതമായിട്ട്, ഞാൻ പറഞ്ഞു വന്നത് ബാക്കിലോട്ട് പറഞ്ഞാല്, ഒരിക്കലും എപ്പോഴെങ്കിലും ഒരു സുരക്ഷിത ഇല്ലായ്മയുടെ ഒരു ബോധം ഒരാൾക്ക് തോന്നിയിട്ട് ഇതുവരെ. കാരണം ഞാൻ പലപ്പോഴും അറിയാം, നമ്മളെല്ലാം വളരെ യങ്ങാണ്, കുറച്ചുകൂടെ ഞാൻ മാത്രമാണ് അതിൽ കുറച്ച് പ്രായമുള്ളതായിരുന്നത്. ബാക്കി എല്ലാം അതെ എല്ലാം വളരെ ചെറുപ്പക്കാരാണ്. അത് പോയിട്ട് തന്നെ നമ്മൾ ആ വരുന്ന സമയത്ത് നമ്മൾ ആരും എക്സ്പീരിയൻസ്ഡ് അല്ല. എങ്ങനെ മറ്റേതെങ്കിലും ചാനലിൽ വർക്ക് ചെയ്തിട്ട് വരുന്നവരോ ഒന്നുമല്ല. പക്ഷെ എന്നിട്ട് പോലും വളരെ മോചിത നമ്മളോടൊപ്പം ഉണ്ട്. മോചിതയെ
റെജി വരണമെന്നില്ല നമ്മളോടൊപ്പം. അങ്ങനെ ഒരു മനസ്സാണ്. കാരണം മോചിതയെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ അതുപോലെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ബാഡ് എക്സ്പീരിയൻസ് അതെ 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 ഒരാളിൽ നിന്ന് അല്ല ബാഡ് എക്സ്പീരിയൻസ് ഇതല്ല, ടീം സ്പിരിറ്റിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഫുഡ് അദ്ദേഹത്തിന് ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ട് വെച്ചിരിക്കുന്ന നമുക്കുള്ള ഫുഡുണ്ട്, അദ്ദേഹത്തിന് കഴിക്കാവുന്നതേ ഉള്ളൂ, വണ്ടിയിൽ പോയി കഴിക്കാം. പക്ഷെ അദ്ദേഹം നമുക്കുള്ള കഴിക്കാതെ ആ വെള്ളവുമായി സൂക്ഷിച്ച് നിന്നു എന്നുള്ള. അപ്പൊ അത് സ്വാഭാവികമായിട്ട് അവിടെയാണ് നമ്മൾ സ്പിരിച്വൽ എനർജി ഇൻവോക്ക് ചെയ്തത്. റിയൽ എനർജി ഇല്ലേ, അത് നമ്മൾ ചോദിക്കാതെ കിട്ടിയതാണ്. അപ്പൊ ഞാൻ നേരത്തെ മോജിപ്പിള്ള ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ നമ്മുടെ യൂണിവേഴ്സലിനോട് നമ്മൾ എന്ത് ചോദിച്ചാലും കിട്ടും. യൂണിവേഴ്സലിനോട് ചോദിച്ചാലും കിട്ടും വേണ്ടുന്നത്, യൂണിവേഴ്സലിനോട് ചോദിക്കാതെയും കിട്ടും. മനസ്സിലാവുന്നില്ലേ? അപ്പൊ യൂണിവേഴ്സലിനോട് നമ്മൾ ആവശ്യമുള്ളത് എന്തെന്ന് വെച്ചാൽ, വേണ്ടുന്ന എന്തെന്ന് വെച്ചാൽ നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ ചോദിക്കാതെ കിട്ടുന്ന അവസ്ഥയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് അത് പലപ്പോഴും സംഭവിക്കുന്നത് ആഫ്റ്റർ ദ കർമ്മയാണ്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഈ പുതിയ പുസ്തകം, എൻ്റെ ഒരു 34ാമത്തെ എന്തോ പുസ്തകമാണ്, ഞാൻ ഒഫീഷ്യലി 31 എന്നൊക്കെ പറയാറുണ്ട്, ഇപ്പം കൂട്ടി നോക്കിയപ്പോഴാണ്. അപ്പോൾ ഈ പുസ്തകം വന്ന സമയത്ത് എനിക്കൊരു ആഗ്രഹമുണ്ട്, ഞാനൊരു മനുഷ്യനാണല്ലോ, എനിക്കൊരു ആഗ്രഹമുണ്ട് ഈ പുസ്തകം എല്ലാവരും വായിക്കപ്പെടണമെന്ന്. പിന്നെ ഈ പുസ്തകത്തിൽ നിന്ന് എനിക്ക് ഏൺ ചെയ്യണമെന്നുള്ളതല്ല, പക്ഷെ ഈ പുസ്തകത്തിലൂടെ എനിക്ക് ഇത് വേണം, എനിക്കും സമ്പാദ്യം വേണമല്ല, സമ്പാദ്യം അല്ലെങ്കിൽ എനിക്ക് ജീവിത മാർഗമാണല്ലോ. അപ്പോൾ ഇത് ഞാൻ വളരെ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. പക്ഷെ എൻ്റെ ആഗ്രഹം ആണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആഗ്രഹം ഒരുപാട് ഇതുപോലെ സൗഹൃദമുണ്ട് എനിക്ക്. പക്ഷെ അപ്പം മോജിപ്പിള്ള 22 വർഷം 23 വർഷത്തിന് മുമ്പുള്ള ആ ഒരു ബന്ധുത്വം ഉണ്ടല്ലോ, ആ ബന്ധുത്വം ഞാൻ യൂണിവേഴ്സലിനോട് രജിസ്റ്റർ ചെയ്തിരുന്നതോ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ ഇന്നർ സെൻസ് ചോദിക്കുകയോ ചെയ്താൽ, ഇത് നിസാരമായ ഒരു നമ്മൾ നടത്തുന്ന ഇന്റർവ്യൂ ഒന്നും അല്ല, ഇത് മുഖാമുഖമൊന്നും അല്ല. അപ്പൊ ഈ ഗൗരവമായിട്ട് തന്നെ യൂണിവേഴ്സല് എന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് എന്താ പറയുക പ്രതിഷ്ഠിതനാക്കിയിരിക്കുകയാണ്. അപ്പൊ അതാണ് നമ്മൾ ചോദിക്കാതെ തരുന്നത്. പക്ഷെ ചോദിക്കാതെ തരുമ്പോഴും ഇതിന്റെ ബാക്കിൽ എന്തോ ഒരു ഊർജ്ജ സ്രോതസ് എന്നല്ല. അത് മോചിത തന്നെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ യാത്ര തുടങ്ങുന്നത് ഉദയാമൃതത്തിൽ നിന്നാണ്, പക്ഷെ അതിനും എന്താ പറയുക ജന്മജന്മാന്തരങ്ങളായ യാത്ര. അപ്പൊ ഈ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ഒരു ബന്ധുത്വം ഉണ്ടല്ലോ, ആ ബന്ധുത്വം ചില സ്ഥലത്ത് നമ്മൾ ഉറയ്ക്കാറുണ്ട്. ഇപ്പം നമ്മൾ ആദ്യം മുതലേ തുടങ്ങിയ ആ ടീമിനകത്തെ വന്നതല്ല, നമ്മളോട് ആരും പിണങ്ങിപ്പോയിട്ടില്ല, ആരും അടി കൂടിയിട്ടില്ല, ആരും ഉപദ്രവിച്ചിട്ടില്ല, ആരെയും മോശപ്പെടുത്തി പറഞ്ഞിട്ടില്ല. ഒരു ടീമൊക്കെ നമ്മൾ എനിക്ക് തോന്നുന്ന ഒരു 100 150 പേര് കടന്നു വന്നില്ലേ, നമ്മൾക്കകത്ത് കടന്നു വന്നിട്ടുണ്ട്. ഞാനാണ് കുറച്ച് കാലമായിട്ട് മാറി നിൽക്കുന്നത്. അപ്പൊ ഇത്രയും പേര് വന്നിട്ട് ആരും ഒന്നുമില്ല, അവർ പലരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നിലയുറപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാം വളരെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. അവരെല്ലാം വലിയ എക്സ്പെർട്ടും സെലിബ്രിറ്റീസുമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇത് മാറുന്ന സമയത്ത് നമ്മെ എങ്ങനെ കാണുന്നു അതുപോലെയാണ് നമ്മൾ മറ്റുള്ളവരെയും കണ്ട. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പം എന്നെ സംബന്ധിച്ച്, മോചിതയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഈ ടീമിലുള്ള പലരും, നമ്മൾ കാണുന്നവരും കാണാത്തവരുമുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു പക്ഷേ സാമ്പത്തികമായിട്ട് എല്ലാവരും ഉന്നതങ്ങളിലൊന്നും ആയിരിക്കില്ലായിരിക്കാം, ബ്ലാക്ക് സ്റ്റോണൊന്നും ആയിരിക്കില്ല, പക്ഷേ എല്ലാവരും സന്തോഷത്തിലാണ്. ഇന്നർ പീസ് ഉണ്ടല്ലോ, ഇന്നർ റെവല്യൂഷൻ ആരിലും കാണുന്നതായിട്ട് കാണുന്നില്ല. എല്ലാവരും, ഞാൻ പല സുഹൃത്തുക്കളെ എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ അവരെല്ലാം അവരുടെ ഇന്നർ ഇതിൽ, അപ്പോൾ അന്ന് പറയും, ചേട്ടാ സാർ അന്ന് നമ്മൾ ഇങ്ങനെ ചെയ്ത് പറയും. അപ്പോൾ അവരെല്ലാവരും സന്തോഷത്തിലാണ്. അപ്പോൾ ഈ സന്തോഷമാണ് ലൈഫിൽ എന്ത് നേടുന്നു എന്നുള്ളത്. ഇപ്പം നമ്മൾ എന്തിനാണ് ഇവിടെ വന്നു എന്നുള്ളതേ, നമുക്ക് കുറേ കല്യാണം കഴിക്കാം, കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാം, അത് ചെയ്യാം, വീട് വയ്ക്കാം, ഫ്ലൈറ്റ് വാങ്ങാം, ഇതെല്ലാം ചെയ്യാം. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ എന്തിനു വന്നു എന്നുള്ള ആ ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് റിയൽ സ്പിരിച്വാലിറ്റിയിലായിട്ട് നമുക്ക് ലഭ്യമാകുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു 120 പറയുമ്പോഴും 80, 85, 90 അല്ലെങ്കിൽ 120 വയസ്സ് വരെ ജീവിച്ചിട്ട് കഴിഞ്ഞു പോകുന്നു. നമ്മൾ റീബർത്തിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്, പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് സംസാരിക്കുമ്പോഴും നമ്മൾ റീബർത്ത് അനുഭവവേദ്യമാകുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ പ്രസന്റിൽ നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും പക്വമായിട്ടുള്ളതും അനിവാര്യമായിട്ടുള്ള ഒരു സംഹിത എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അനിവാര്യമായ ഈ കാലം, ഈ നിമിഷമേ നമ്മുടെ കയ്യിലുള്ളൂ. ഈ നിമിഷത്തിൽ ആ ശുദ്ധവിദ്യയെ നിറച്ചു വെച്ച് മുന്നോട്ട് പോകാം. അപ്പം മാതങ്കി അതിനെല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ. ഈ പ്രപഞ്ചം നമ്മളെ എല്ലാവരെയും ശ്രദ്ധിക്കുന്നു. അതിൽ അങ്ങയുടെ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ അത് വായിക്കുമ്പോൾ ഓരോരുത്തർക്കും അവരുമായിട്ട് ചേർത്ത് വയ്ക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ അതിൽ തോന്നും. തീർച്ചയായിട്ടും ആ അനുഭവങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ മറ്റൊരു കരുതലായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പറയാണ്. Mochita's Moksha, Journey to the Self.